That kind of support
പ്രസാദ് ഉന്നയിക്കുമ്പോൾ അതിന് കേന്ദ്രത്തിന് വ്യക്തമായ മറുപടി ഇല്ല എന്ന് മാത്രമല്ല പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള മറുപടിയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. തീർച്ചയായിട്ടും കേരളത്തിന് അതിവേഗ റെയിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഒരു മറുപടി പറയാൻ കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് തയ്യാറായിട്ടില്ല. ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും കേന്ദ്രമന്ത്രിയോട് ചോദിച്ചത്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് മലപ്പുറത്ത് ഓഫീസ് തുറന്നത് കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണോ എന്ന ചോദ്യമാണ് ആദ്യം തന്നെ ചോദിച്ചത്. അതോടൊപ്പം ചോദിക്കാൻ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ചോദിച്ച ചോദ്യത്തിന് പരാമർശിച്ചുകൊണ്ട് നിലവിൽ പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടില്ല. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമുണ്ടെങ്കിൽ അതിൽ ചെയ്യണമെന്നൊരു മറുപടി പറയുന്നതിനോടൊപ്പം തന്നെ അത് സംബന്ധിച്ച് കൃത്യമായ ചോദ്യം തന്നെയാണ് ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ഇതിനൊന്നും തന്നെ കൃത്യമായിട്ടൊരു മറുപടി കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഈ സ്ത്രീകളുടെ വളരെയധികം പ്രകൃതിയെ പലപ്പോഴും ഈ സ്ത്രീകളുടെ ഉപദേശ പല പദ്ധതികളും തയ്യാറാവുന്നത് എന്നും അതോടൊപ്പം തന്നെ ഈ സ്ത്രീകളെ ഓഫീസ് തുറന്നതിനെ സ്വാഗതം ചെയ്യുന്നു എന്നും മാത്രമാണ് കേന്ദ്രമന്ത്രി ഒരു മറുപടി നൽകിയത്. അതിനപ്പുറത്തേക്ക് കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണോ ഇത്തരത്തിൽ ഓഫീസ് തുറന്നത് എന്നത് വ്യക്തമാക്കാൻ എന്തായാലും അശ്വിനി വൈഷ്ണവ് ഇപ്പോൾ തയ്യാറായില്ല. അതോടൊപ്പം തന്നെ ഈ തിരുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ അനുമതി നൽകാത്ത പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തതില്ല എന്നൊരു തിരുത്തരവാദിത്തമായിട്ടുള്ള മറുപടി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ഇത്തരത്തിൽ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വ്യക്തമായ മറുപടി പറയാതെ ശബരി പാതയുമായി ചില രാഷ്ട്രീയ പ്രസ്താവനകൾ അശ്വിനി വൈഷ്ണവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. നിലവിൽ ശബരി പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജയപ്പെട്ടാണോ എന്ന സംശയമുണ്ടെന്നും അതോടൊപ്പം തന്നെ ബിജെപി കേരളത്തിൽ അധികാരത്തിലുണ്ടായ ശബരിമല പൂർത്തിയാക്കും കഴിയുന്നതടക്കമുള്ള ചില രാഷ്ട്രീയ പ്രസ്താവനകളാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിന് പ്രത്യേകിച്ച് കൃത്യമായി തന്നെ ഉയർത്തുവന്ന ചോദ്യങ്ങൾക്ക് യാതൊരുവിധ മറുപടി നൽകിയിട്ടില്ല. വിഷ്ണു തലമുറ വിവരങ്ങൾ നൽകിയത് വികസന മുന്നേറ്റക്കാണ്. കേരളത്തിന്റെ വടക്കൻ മേഖല വികസന മുന്നേറ്റജാഥ കോഴിക്കോട് ജില്ലയിലേക്ക് അയക്കുകയാണ്. ജില്ലാ അതിർത്തിയായ അടിവാരത്ത് തടഞ്ഞ വരവേൽപ്പ് നൽകും. കൂടി വിവരങ്ങളുമായി ചേർന്ന് ഏത് രീതിയിലാണ് അവിടുത്തെ ക്രമീകരണം? എൽഡിഎഫിന്റെ വടക്കൻ മേഖല വികസന മുന്നേറ്റയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് കാസർഗോഡ്, കണ്ണൂർ, അതേപോലെ തന്നെ വയനാട് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കിയപ്പോൾ കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത് ജാഥാംഗങ്ങൾ ഇതിനകം തന്നെ അടിവാരത്ത് അടിവാരത്തേക്ക് എത്തിയിരുന്നു. അവർ ആശിച്ചുകളമായ